വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വളരെ ശ്രദ്ധാപൂർവം നോക്കുന്ന ഒരു മണ്ഡലം അത് എറണാകുളം ജില്ലയിലെ പറവൂരാണ്. അതിൻ്റെ കാരണം എന്തായെന്ന് ചോദിച്ചാൽ ആ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. കേരളത്തിൻ്റെ ഭാവി നേതാവ് എന്ന് വിലയിരുത്തപ്പെടുന്ന നേതാവാണ് VD സതീശൻ. 2001 മുതൽ 2025 വരെയുള്ള തുടർച്ചയായ 5 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് തിളങ്ങി നിൽക്കുന്ന ഒരു ജനകീയ നേതാവാണ് VD സതീശൻ. അതുകൊണ്ട് തന്നെ പറവൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇത്തവണയും ശ്രദ്ധാകേന്ദ്രമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഒരിക്കൽ കൂടി VD സതീശൻ UDFനായിട്ട് കോൺഗ്രസിനായിട്ട് അവിടെ ഇറങ്ങുമ്പോൾ എതിരാളി ആര് എന്നുള്ളതിൽ ഒരു വ്യക്തതയും ഇതുവരെയും വന്നിട്ടില്ല. നിലവിൽ പറവൂർ എന്ന് പറയുന്നത് CPIയുടെ മണ്ഡലമാണ്. CPI ആണ് അവിടെ LDFൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷവും തുടർച്ചയായിട്ട് തോൽക്കാനാണ് CPIയുടെ വിധി. പല പ്രമുഖ നേതാക്കളെയും ഇറക്കി നോക്കി VD സതീശനെ തോൽപ്പിക്കാനായി. പക്ഷേ അതൊന്നും തന്നെ ഫലവത്താകുന്ന കാഴ്ചയല്ല കണ്ടത്. അതുകൊണ്ട് ഇത്തവണ തങ്ങൾക്ക് ഈ സീറ്റ് വേണ്ട എന്ന നിലപാടാണ് CPI സ്വീകരിച്ചത്. വേണമെങ്കിൽ CPM ഏറ്റെടുക്കൂ ഈ സീറ്റ്. സാധാരണ CPI അങ്ങനെ ഒരു സീറ്റിനെ കുറിച്ച് പറയുന്നതല്ല, ഒരു സീറ്റ് ഏറ്റെടുക്കൂ എന്ന്. എന്നാൽ പറവൂരിനെ കുറിച്ച് അവര് ഈ സീറ്റ് CPM ഏറ്റെടുക്കൂ എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പകരം ഞങ്ങൾക്ക് ജില്ലയിൽ തന്നെ വേറെ ഒരു സീറ്റ് തന്നാൽ മതി എന്നും അവർ പറഞ്ഞു. CPM ആദ്യം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് CPM അങ്ങോട്ടേക്കില്ല എന്നതാണ്. പറവൂരിലേക്ക് മത്സരിക്കാൻ തങ്ങളില്ല എന്ന് പറഞ്ഞ് ഓടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് CPMനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത്. CPM ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പറവൂരിലേക്ക് CPM വരുന്നില്ല. ആ സീറ്റ് CPM ഏറ്റെടുക്കുന്നില്ല. പകരം CPI തന്നെ അവിടെ മത്സരിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് CPM നൈസായിട്ട് സ്കൂട്ടാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അവിടെ VD സതീശനെതിരെ മത്സരിച്ചാൽ, ആരെ ഇറക്കി മത്സരിപ്പിച്ചാലും അവിടെ ജയിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഇത്തവണ വമ്പൻ ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും VD സതീശൻ വിജയിക്കുക. അപ്പോൾ വലിയൊരു തോൽവി അവിടെ CPMന് നേരിടേണ്ടി വരും. എന്നതുകൊണ്ട് തന്നെ CPM അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല, അത്തരമൊരു പരീക്ഷണത്തിന് അവർ തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. നമുക്കറിയാം VD സതീശനെയാണ് CPM ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ടാർഗറ്റ് ചെയ്യുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് പോലും അധിക്ഷേപിക്കുന്ന രീതിയിലാണ് CPMന്റെ LDFന്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. ഒറ്റതെരഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കുക, വ്യക്തിപരമായി അധിക്ഷേപിക്കുക, അപകീർത്തിപ്പെടുത്തുക, അപമാനിക്കുക, ആ തരത്തിൽ അദ്ദേഹത്തെ ജനങ്ങൾക്കിടയിൽ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമങ്ങളാണ് CPM ഒരു വശത്തുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ എത്രത്തോളം ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെ ഭയക്കുന്നു എന്നത് നമുക്ക് വ്യക്തമാണ്. മറ്റൊരു കോൺഗ്രസ് നേതാവിനെ, UDF നേതാവിനെ അവർ അത്തരത്തിൽ ആക്രമിക്കുന്നില്ല. അവരുടെ ആക്രമണം എല്ലാം ചെന്ന് നിൽക്കുന്നത് VD സതീശനെതിരെയാണ്. കാരണം അദ്ദേഹമാണ് പ്രതിപക്ഷത്തെ നയിക്കുന്നത്. ഈ യുദ്ധത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന യുദ്ധമുഖത്ത് പ്രതിപക്ഷത്തിന്റെ നായകനായിട്ട്, നേതാവായിട്ട് നിൽക്കുന്നത്, നെഞ്ചുവിരിച്ച് നിൽക്കുന്നത് VD സതീശനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തകർക്കുക എന്താണ് CPM ലക്ഷ്യമിടുന്നത്. VD സതീശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് അദ്ദേഹത്തെ തകർത്ത് കളഞ്ഞാൽ UDFനെ തകർക്കാം എന്നുള്ള ചിന്തയാണ് CPMനുള്ളത്. പക്ഷേ ആ ചിന്ത വെറും വ്യാമോഹമായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. VD സതീശനെതിരെ CPM ഓരോ ദിവസവും പടച്ചുവിടുന്ന നുണകൾ, പ്രചരണങ്ങളെല്ലാം തന്നെ അവസാനം അവർക്ക് ബൂമറാങ്കായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും പറവൂരിൽ CPM മത്സരിക്കാനില്ല. അവര് അവിടെ നിന്നും തോൽവി ഭയന്നുകൊണ്ട് പിന്മാറിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ അത് CPI തന്നെ അവിടെ മത്സരിക്കുക എന്നതാണ് ഇപ്പോൾ CPM പറയുന്നത്. അങ്ങനെ CPIക്ക് വീണ്ടും അവിടെ മത്സരിക്കേണ്ട ഒരു ദുര്യോഗമാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം 1996 യുവ നേതാവായിരിക്കെയാണ് VD സതീശൻ പറവൂരിൽ ആദ്യമായിട്ട് മത്സരത്തിനായി എത്തുന്നത്. എന്നാൽ അന്ന് അദ്ദേഹത്തിന് തോൽക്കാനായിരുന്നു വിധി. ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു. CPIയുടെ സമുന്നതനായിട്ടുള്ള നേതാവ് P രാജുവിനോടാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. എന്നാൽ തോൽവിയിൽ നിന്നും അദ്ദേഹം തളർന്നില്ല. തോൽവിയോടെ അദ്ദേഹം ഒളിച്ചോടിയില്ല, പിന്തിരിഞ്ഞോടിയില്ല. അദ്ദേഹം ആ മണ്ഡലത്തിൽ തന്നെ നിന്നു. അവിടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന ജനങ്ങളിൽ ഒരുവനായിട്ട് മാറി ജനങ്ങളുടെ ഒരു നേതാവായിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും VD സതീശന് തന്നെ അവിടെ സ്ഥാനാർത്ഥിത്വം നൽകുന്നതിൽ പാർട്ടിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഉരുക്കുകോട്ടകളിൽ ഒന്നായിട്ടാണ് പറവൂർ നിയമസഭാ മണ്ഡലം അറിയപ്പെടുന്നത്. അവിടെ CPI ആണ് ശക്തമായ പാർട്ടി. അങ്ങനെ കാലങ്ങളായിട്ട് CPI അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിജയിക്കുന്ന പറവൂരിൽ
ആ മണ്ഡലം തിരിച്ചു പിടിക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു നേതാവിനെ വേണം, ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവിനെ വേണമെന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയും അങ്ങനെ ഒരിക്കൽ കൂടി വി ഡി സതീശന് ആ നിയോഗം വന്ന് എത്തുകയുമായിരുന്നു. 2001 നമുക്കറിയാം, കേരളത്തിലാകമാനം UDFന്റെ തരംഗം ആഞ്ഞടിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. 100 സീറ്റുകളുമായിട്ട് AK ആന്റണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ തന്റെ 2ാം അംഗത്തിന് ഇറങ്ങിയ വി ഡി സതീശൻ നിലവിലെ സിറ്റിംഗ് MLA ആയിരുന്ന P രാജുവിനെ 7434 വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് തന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് തുടക്കം കുറിച്ചത്. അന്ന് തുടങ്ങിയ ജൈത്രയാത്ര 2021 എത്തി നിൽക്കുമ്പോൾ 5 തവണ തുടർച്ചയായിട്ട് അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. 2006 എത്തുമ്പോൾ അവിടെ KM ദിനകരൻ എന്ന് പറയുന്ന മറ്റൊരു സമുന്നതനായിട്ടുള്ള നേതാവിനെയാണ് CPI രംഗത്തിറക്കിയത്. എന്നാൽ അവിടെയും കാര്യമായ മാറ്റമൊന്നും ഫലത്തിലുണ്ടായില്ല. അന്ന് നമുക്ക് ഓർക്കണം, LDFന്റെ ഒരു തരംഗമായിരുന്നു തെരഞ്ഞെടുപ്പിൽ. PS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ LDF 98 സീറ്റുകളുമായിട്ട് അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷേ ആ LDFന്റെ തരംഗം ആഞ്ഞടിച്ച, CPMന്റെ ഒക്കെ തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിലും കമ്മ്യൂണിസ്റ്റ് കോട്ട എന്നറിയപ്പെട്ടിരുന്ന പറവൂര് അത് മാറിയില്ല. അത് വലതു തന്നെ ഉറച്ചു നിന്നു. അത് വി ഡി സതീശനൊപ്പം തന്നെ നിന്നു. ഭൂരിപക്ഷം 7700 വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നീട് 2011 വരുമ്പോൾ അവിടെ സാക്ഷാൽ പന്നിൻ രവീന്ദ്രനെ തന്നെ വി ഡി സതീശനെ തോൽപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ വി ഡി സതീശനെ തകർക്കാനായിട്ട് CPI രംഗത്തിറക്കിയെന്ന് പന്നിൻ രവീന്ദ്രൻ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ നേതാവായി നിൽക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ വലിയ ഒരു ഹെവി വെയ്റ്റ് ഫൈറ്റ് ആണ് 2011 തെരഞ്ഞെടുപ്പിൽ നടന്നത്. വി ഡി സതീശനെ എങ്ങനെയെങ്കിലും ഒതുക്കണം, എങ്ങനെയെങ്കിലും അവിടെ തോൽപ്പിച്ച് ആ മണ്ഡലം, തങ്ങളുടെ മണ്ഡലം തിരികെ പിടിക്കണം എന്നുള്ളൊരു വാശിയോടുകൂടിയാണ് അത്തരം ഒരു നേതാവിനെ അവിടെ ഇറക്കിയത്. പക്ഷേ അതുകൊണ്ടും കാര്യമൊന്നും ഉണ്ടായില്ല. ഭൂരിപക്ഷം വീണ്ടും ഏതാണ്ട് 11,000 വർദ്ധിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. 2016 ആയപ്പോൾ ശാരദാ മോഹൻ എന്ന് പറയുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി. അപ്പോഴും CPIക്ക് കാലിടറുന്ന കാഴ്ച കണ്ടു. 2021 MD നിക്സൺ എന്ന് പറയുന്ന ഒരു യുവ നേതാവിനെയാണ് രംഗത്തിറക്കിയത്. അവിടെ അപ്പോഴേക്കും ഭൂരിപക്ഷം 21,000 2016 ഭൂരിപക്ഷം 20,000 കടന്നിരുന്നു. അവിടെ നിന്നും 2021 എത്തുമ്പോൾ 21,000 ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് 5 തവണ ഒരു മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്ന അപൂർവ നേട്ടം വി ഡി സതീശൻ അങ്ങനെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 25 വർഷം അദ്ദേഹം നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ തിളങ്ങി നിൽക്കുന്ന കേരളത്തിന്റെ ഭാവി നായകൻ എന്ന വാഴ്ത്തപ്പെട്ട് നിൽക്കുന്ന ഒരു നേതാവിനെ നേരിടാൻ CPIയിൽ ഇനി ആര് എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. അവർക്ക് പഴയ പേരുകൾ തന്നെയാണ്. മുൻപ് 2006 മത്സരിച്ച KM ദിനകരന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മകൻ ബിപിൻ ദിനകരന്റെ പേര്, AYFന്റെ നേതാവാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ നിർത്തി അവിടെ വീണ്ടും വലിയൊരു തോൽവി ഏറ്റുവാങ്ങണോ എന്നുള്ള ചിന്ത CPIയിലുണ്ട്. പൊതു സ്വതന്ത്രനെ നിർത്തിയാലോ എന്നുള്ള ആലോചനയുണ്ട്. അത്തരത്തിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിനെതിരെ മത്സരിക്കാൻ വലിയ രീതിയിൽ എതിരാളികൾ ഭയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വി ഡി സതീശന്റെ ഒരു വിജയമാണ്. അദ്ദേഹം ഒരു ജനകീയ നേതാവായി മാറിയതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അത് ജനങ്ങൾക്കൊപ്പം നിന്ന്, ജനങ്ങളിൽ ഒരുവനായിട്ട് നിന്ന്, ജനങ്ങളുടെ സുഖദുഃഖങ്ങളിലെല്ലാം അവർക്കൊപ്പം പങ്കുചേർന്നുകൊണ്ട് ജനങ്ങളുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാൻ കൂടെ നിൽക്കുന്ന ഒരു സഹോദരനായിട്ട്, ഒരു മകനായിട്ട് ഒക്കെ തന്നെ, ഒരു കൂട്ടുകാരനായിട്ടൊക്കെ തന്നെ കൂടെ നിൽക്കുന്ന വി ഡി സതീശൻ, അദ്ദേഹത്തെ എതിരിടാൻ ആരും ഇല്ലാത്തൊരവസ്ഥയാണ് LDFൽ ഇപ്പോഴുള്ളത്. ആര് എതിരിട്ടാലും അവിടെ വലിയ രീതിയിൽ വമ്പിച്ച തോൽവി അവരെ കാത്തിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പാർട്ടികൾക്ക് അവിടെ മത്സരിക്കാൻ താല്പര്യമില്ല. CPM അവിടെ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടിയിരിക്കുന്നു. CPIക്ക് തന്നെ അവിടെ മത്സരിക്കുകയാണെങ്കിലും അവിടെ ആരെ നിർത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും വി ഡി സതീശൻ 6ാമതൊരു അംഗത്തിനു കൂടി രംഗത്തിറങ്ങുമ്പോൾ വമ്പിച്ച ഒരു ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം നൽകാനായിട്ട് പറവൂരിലെ ജനത ഇതിനോടകം തന്നെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.